ഒരു കൊച്ചു പെൺകുട്ടിക്ക് തന്റെ മുത്തച്ഛനെ നഷ്ടമായി. അദ്ദേഹം മരിച്ചതിനുശേഷമുള്ള ആദ്യത്തെ സകല ആത്മാക്കളുടെയും തിരുനാളിൽ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് അവൾ നോക്കിനിന്നു. മെഴുകുതിരികൾ മിന്നിമറഞ്ഞു. പേരുകൾ പതുക്കെ ഉച്ചരിക്കപ്പെട്ടു. കണ്ണുനീർ നിശബ്ദമായി തുടച്ചുമാറ്റപ്പെട്ടു. നീണ്ട നിശബ്ദയ്ക്കു ശേഷം അവൾ തല ഉയർത്തി ചോദിച്ചു, മുത്തച്ഛനെ എപ്പോഴാണ് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്? മുറി മുഴുവൻ നിശ്ചലമായി. ഒരാൾ പറയാൻ വായി തുറന്നു, അദ്ദേഹം തിരികെ വരില്ല. പക്ഷേ ആ വാക്കുകൾ പുറത്തുവന്നില്ല. ഒരു കുഞ്ഞിന്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ആ കുഞ്ഞ് ചോദിച്ച ചോദ്യം മനുഷ്യഹൃദയത്തിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ചോദ്യമായിരിക്കാം. മരണത്തിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സ്നേഹിച്ചവരെ വീണ്ടും കാണുമോ? സ്നേഹം കല്ലറയിൽ അവസാനിക്കുമോ? ഇന്നത്തെ സുവിശേഷത്തിൽ മറ്റൊരു ചോദ്യവും യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നു. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. ആ കുഞ്ഞിന്റെ ചോദ്യം സ്നേഹത്തിൽ നിന്നായിരുന്നു. സദൂക്യരുടെ ചോദ്യം സംശയത്തിൽ നിന്നായിരുന്നു. സദൂക്യർ ഉയിർപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്നാണ് അവർ കരുതിയത്. സ്വർഗമില്ല, നിത്യജീവനില്ല, കല്ലറയ്ക്കപ്പുറം ഒന്നുമില്ല. അതിനാൽ അവർ യേശുവിന്റെ മുന്നിൽ ഒരു സങ്കീർണമായ പ്രശ്നം അവതരിപ്പിച്ചു. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. നിയമപ്രകാരം അവൾ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം ചെയ്തു. അവനും മരിച്ചു. പിന്നെ മറ്റൊരാൾ. അങ്ങനെ 7 തവണ. 7 ശവസംസ്കാരങ്ങൾ, 7 വിടപറച്ചിലുകൾ. അവസാനം ആ സ്ത്രീയും മരിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഉയിർപ്പിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവരുടെ ചോദ്യം വിചിത്രമായി തോന്നാം. എന്നാൽ അതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. സദൂക്യർ വിഡ്ഢികളായിരുന്നില്ല. ഉയിർപ്പ് വെറും ഭൂമിയിലെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവ് മാത്രമാണെങ്കിൽ, സ്വർഗം ഭൂമിയുടെ ഒരു തുടർച്ച മാത്രമാണെങ്കിൽ, അവരുടെ ചോദ്യം ശരിയാണ്. അപ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾക്ക് എന്ത് സംഭവിക്കും? എന്നാൽ യേശു അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയുക മാത്രമല്ല ചെയ്തത്. ആ ചോദ്യം തന്നെ തെറ്റായ ധാരണയിൽ നിന്നാണ് ഉയർന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളും ദൈവത്തിന്റെ ശക്തിയും അറിയാത്തതിനാൽ തെറ്റിപ്പോയിരിക്കുന്നു. ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം ഇതിലും ശക്തമാണ്, നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. മോശയെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് കരുതിയവരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. അവർ വചനം വായിച്ചിരുന്നു, പക്ഷേ അതിന്റെ രചയിതാവിനെ വിശ്വസിച്ചിരുന്നില്ല. പ്രശ്നം ഉയിർപ്പല്ല, പ്രശ്നം അവരുടെ ചിന്തയുടെ പരിമിതിയായിരുന്നു. അവർ നിത്യതയെ ഭൂമിയിലെ അനുഭവങ്ങളുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇലയിൽ ഇഴയുന്ന ഒരു പുഴുവിന് ശലഭമായി പറക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാവില്ല. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതെന്താണെന്ന് നമുക്കും പൂർണ്ണമായി ഗ്രഹിക്കാനാവില്ല. വിശുദ്ധ പൗലോസ് എഴുതുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതൊന്നും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയത്തിൽ ഉദിച്ചിട്ടുമില്ല. പിന്നീട് യേശു അവരെ കത്തുന്ന മുൾപ്പടർപ്പിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നു. ദൈവം മോശയോട് പറയുന്നു, ഞാൻ അബ്രാഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു. അവിടുന്ന് പറഞ്ഞില്ല, ഞാൻ ആയിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ആകുന്നു. അവർ ഭൂമിയിൽ മരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അബ്രാഹാമും ഇസഹാക്കും യാക്കോബും ദൈവസന്നിധിയിൽ ജീവനോടെയുണ്ട്. കാരണം ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. നമ്മൾ സ്നേഹിക്കുന്നവരുമായി ബന്ധം നിലനിർത്താനുള്ള ഈ ആഗ്രഹം ലോകമെമ്പാടുമുണ്ട്. ഇന്തോനേഷ്യയിലെ ടൊറാജ ജനത അവരുടെ മരിച്ചവരെ പ്രത്യേക ബഹുമാനത്തോടെ ഓർക്കുകയും കുടുംബജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. ഇത് നമ്മെ ഒരു സത്യം ഓർമ്മിപ്പിക്കുന്നു: മനുഷ്യഹൃദയം വേർപാടിനെ എളുപ്പത്തിൽ അംഗീകരിക്കില്ല, സ്നേഹം എളുപ്പത്തിൽ കൈവിടുകയുമില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസം അതിലും അത്ഭുതകരമായ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. നാം മരിച്ചവരെ വെറുമൊരു ഓർമ്മയായി സൂക്ഷിക്കുന്നില്ല, ക്രിസ്തുവിൽ അവർ ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. വെറും ഓർമ്മകളല്ല, വെറും സ്മാരകങ്ങളല്ല, അവർ ജീവിച്ചിരിക്കുന്നു. കത്തോലിക്കരായ നാം ഇതിനെ വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് വിളിക്കുന്നു. നമ്മേക്കാൾ മുമ്പേ വിശ്വാസത്തിൽ പോയവർ നഷ്ടപ്പെട്ടവരല്ല, അവർ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നു. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് സഭ. സ്വർഗത്തിലെ വിശുദ്ധരും ശുദ്ധീകരണത്തിലിരിക്കുന്ന ആത്മാക്കളും ഭൂമിയിൽ യാത്ര തുടരുന്ന നാമും ഒരേ കുടുംബമാണ്, ഒരേ ശരീരമാണ്, ക്രിസ്തുവിൽ ഒരേ കൂട്ടായ്മയാണ്. ആ കൊച്ചു പെൺകുട്ടി ചോദിച്ചു, മുത്തച്ഛനെ എപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? സുവിശേഷം അതിന് അത്ഭുതകരമായ ഒരു മറുപടി നൽകുന്നു. അദ്ദേഹം വീട്ടിലേക്ക് വരേണ്ടവനല്ല, അദ്ദേഹം ഇതിനകം വീട്ടിലെത്തിക്കഴിഞ്ഞു. യാത്ര തുടരുന്നത് നാമാണ്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റതുകൊണ്ട് നമ്മുടെ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്.
ഒരു ഞായറാഴ്ച രാവിലെ ഒരു കല്ലർ ശൂന്യമായി. ഒരു കല്ല് ഉരുട്ടിമാറ്റപ്പെട്ടു. മരണം തന്റെ ജയിക്കാനാവാത്ത ശത്രുവിനെ കണ്ടുമുട്ടി. ഉയിർപ്പ് ഒരു സിദ്ധാന്തം മാത്രമല്ല, അത് ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തു ജീവനോടെയുണ്ട്. അവിടുന്ന് ജീവിക്കുന്നതുകൊണ്ട് നാമും ജീവിക്കും. അപ്പോൾ ചോദ്യം മരണത്തിനു ശേഷം എന്ത് സംഭവിക്കും എന്നതല്ല, അവിടെ നമ്മെ കാത്തിരിക്കുന്നത് ആരാണ് എന്നതാണ്. ഒരു ദിവസം വിശ്വാസം കാഴ്ചയാകും. ഒരു ദിവസം എല്ലാ കണ്ണുനീരും തുടച്ചുമാറ്റപ്പെടും. ഒരു ദിവസം നമ്മുടെ യാത്രയും അവസാനിക്കും. അപ്പോൾ ആ കൊച്ചു പെൺകുട്ടി മനസ്സിലാക്കുന്നതിനു മുമ്പേ ഹൃദയത്തിൽ അറിഞ്ഞിരുന്ന സത്യം നാമും മനസ്സിലാക്കും. സ്നേഹം കല്ലറയിൽ അവസാനിക്കുന്നില്ല. കാരണം അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. ആമേൻ.